ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ചൈന പോട്ട് റൈസ് കുക്കറിനെ പറ്റി പറയാനാണ്. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയോളായി. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് 1.5 മണിക്കൂറിനുള്ളിൽ ചോറ് റെഡിയാവും. അരി തിളപ്പിച്ച് ഇതിലേക്ക് വെച്ചാൽ മതി. 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചോറ് തിന്നാൻ പാകത്തിൽ റെഡിയായിരിക്കും. ഇത് ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്. അലൂമിനിയം പാത്രത്തിൽ വെക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നല്ലതാണ് സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്നത്. ഇത് ശ്രീറാമിൻ്റെയാണ്, നല്ല കമ്പനിയാണ്. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ചൈന പോട്ടിൽ ഒന്നിച്ചിട്ട് ഒരു പാത്രം കൂടിയുണ്ട്. ചൈന പോട്ട് ഗ്യാസിൽ വെക്കാൻ പാടില്ല, ഇത് മാത്രമേ വെക്കാൻ പാടുള്ളൂ, ഈ പാത്രം മാത്രം. ഇനി ഇതിൻ്റെ ഒന്നിച്ചിട്ട് ഒരു സാധനം കൂടിയുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലുള്ളൊരു സാധനം. അത് ചൂട് പുറത്തേക്ക് പോവാതിരിക്കാനോ മറ്റുമാണ് വച്ചേക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഗ്യാസിൽ വെക്കാം. ഇതാ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അരി കഴുകി ഇടാം. അവർ പറയുന്നത് രണ്ടും ഒന്നിച്ച് അടുപ്പിലേക്ക് വെക്കാനാണ്. പക്ഷേ നമ്മൾ ഇതുവരെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്കതുപോലെ തന്നെ ചെയ്യാം. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചോ നോക്കാം. ഇതാ വെള്ളം തുറന്ന് നോക്കുവാണ്. ഇതാ ചോറ് വെന്ത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് എടുത്ത് വെക്കുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കണം. സ്റ്റീലായതുകൊണ്ട് കയ്യിൽ നിന്ന് വഴുതിപ്പോവാൻ ചാൻസ് ഉണ്ട്. പുതിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ലോണം സൂക്ഷിക്കേണ്ടതിന് ക്ലിപ്പോ മറ്റോ ഉപയോഗിച്ചിട്ട് വാർക്കുവാനൊക്കെ പാടുള്ളൂ. നല്ല ഫൈൻ ചോറായി വന്നിട്ടുണ്ട്. നമുക്കിത് വാർത്തെടുക്കാം. ഞാൻ വാർത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ ചോറാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക.